ഹലോ എവ്രിവൺ. നിങ്ങൾക്ക് തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ത് ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളതാണെന്ന്. നമുക്ക് ഇന്ത്യയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളും വെബ്സൈറ്റുകളും എല്ലാം അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, മിന്ത്ര, ആമസോൺ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല ആപ്പുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഒമാനിലെ നല്ല ബെസ്റ്റ് ചോയ്സുകൾ ഏതൊക്കെയാണെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യുക. നമുക്ക് അപ്പോൾ ഒട്ടും തന്നെ ലേറ്റ് ആകണ്ട, വേഗം തന്നെ വീഡിയോയിട്ട് കിടക്കാം. സോ വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. നമ്മുടെ ഫസ്റ്റ് ആപ്പ് Amazon.ae. ആമസോൺ, എന്താ ഈ Amazon.ae? ഇതൊരു UAE വേർഷൻ ആമസോൺ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, UAE വേർഷൻ ആമസോൺ എങ്ങനെയാണ് നമുക്ക് ഒമാനിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. യെസ്, ഇതൊരു UAE വേർഷൻ ആമസോൺ ആണെങ്കിൽ കൂടെ നമുക്കിത് ഒമാനിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഇതിൻ്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റിയിൽ, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ Amazon.aeയിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് ഒരു 5 to 10 days ആണ് മാക്സിമം ഇതിൻ്റെ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവാനായിട്ട് എടുക്കുന്നത്. പിന്നെ യൂഷ്വലി റിട്ടേൺ പോളിസിയിൽ നമ്മുടെ നാട്ടിൽ പോലെ തന്നെ വളരെയധികം യൂസർ ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞതുപോലെ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നല്ല ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രോഡക്റ്റുകൾ, ഇതൊരു UAE വേർഷൻ ആമസോൺ ആയതുകൊണ്ട് തന്നെ ചില പ്രോഡക്റ്റുകൾ ഒമാനിൽ അവർ ഷിപ്പിംഗ് ചെയ്യുന്നതല്ല. അതർവൈസ് ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ചില പർട്ടിക്കുലർ പ്രോഡക്റ്റുകൾ പോയിട്ട് ബാക്കി പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒമാനിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് Amazon.ae ആപ്പാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ആപ്പ് വന്നിട്ട് Noon. ഇതൊരു ഗൾഫ് കൺട്രീസിലൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ Noon എന്ന് പറയുന്ന ആപ്പ്. ഇത് ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്പ് തന്നെയാണ്. യൂഷ്വലി മറ്റ് ആപ്പുകളെ നോക്കുമ്പോൾ പ്രോഡക്റ്റുകളെല്ലാം കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. സെയിം ടൈം തന്നെ നമുക്ക് നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളും ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇലക്ട്രോണിക് ഐറ്റംസ്, ഗാഡ്ജറ്റ്സുകൾ, ഡ്രസ്സ്, ഫാഷൻസ്, അങ്ങനെ നമുക്ക് ഒട്ടനവധികം എല്ലാ ആപ്പുകളിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഈ ഒരു ആപ്പിലും അവൈലബിൾ ആണ്. പ്ലസ് ഇതിൽ ഒരുപാട് ഡിസ്കൗണ്ട്സും പിന്നെ ഓഫർ എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്യും. സോ നമുക്ക് അതനുസരിച്ച് ഇഷ്ടത്തിന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡെലിവറി ടൈം എന്ന് വെച്ചാൽ 2 to 5 days ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിലി ഒരു 2-3 days നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഈ Noon എന്ന് പറയുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഷോപ്പിംഗ് ആപ്പ് തന്നെയാണ് ഈ Noon എന്ന് പറയുന്ന ആപ്പ്. നമ്മുടെ തേർഡ് ആപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ടെമു. ഈ ടെമുവിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ മീഷോ പോലെ വളരെ ചീപ്പ് പ്രൈസിൽ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ടെമു എന്ന് പറയുന്ന ആപ്പ്. പിന്നെ ഇതിന്റെ ഡെലിവറി ടൈം കുറച്ചധികം ലോങ് ആണ്. ഒരു 50 to 25 days വരെ മാക്സിമം ഇതിന്റെ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആവാനായിട്ട് എടുക്കും. പിന്നെ റിട്ടേൺ പോളിസിയിൽ നമുക്ക് കുറച്ചധികം ടഫ് തന്നെ ആയിരിക്കും. വളരെ ഈസിലി നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ദെൻ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല. ചില പ്രോഡക്റ്റുകൾ കുറച്ച് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷോപ്പിംഗ് ആപ്പാണ് ടെമു എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഇതിൽ അവർ ഒരുപാട് ഓഫറും ഡിസ്കൗണ്ട്സും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് അതനുസരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് 1-2 പ്രോഡക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതൊന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് ഫസ്റ്റ് ഓർഡറിന് ഒരു 10 റിയാലാണ്. ഇവിടുത്തെ ഒമാനിൽ വെച്ചിട്ട് ഫസ്റ്റ് ഓർഡറിന് 10 റിയാലാണ്. ദെൻ സെക്കൻഡ് പേയ്മെന്റ് എല്ലാം നമുക്കൊരു 20-50 ആ ഒരു റേഞ്ചിലോട്ട് വരുന്നതാണ്. അപ്പോൾ വളരെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ടെമു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ തേർഡ് ആപ്പ് ടെമു. നമ്മുടെ ഫോർത്ത് ആപ്പ് എന്ന് പറയുന്നത് അലി എക്സ്പ്രസ് ആപ്പ്. ഇതൊരു ഷോപ്പിംഗ് കിങ് ആപ്പ് വേണമെങ്കിൽ, ഒരു ബെസ്റ്റ് ഷോപ്പിംഗ് കിങ് ആപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമുക്ക് ഈ ആപ്പിൽ കൂടെ
നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ അലി എക്സ്പ്രസ് ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചൈനയിൽ നിന്ന് ഡയറക്റ്റ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ്. നമുക്കത് ഒമാനിലൊക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെമൂനെക്കാട്ടിലും വളരെയധികം കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ചീപ്പ് റേറ്റിലൊക്കെ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ഈ അലി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലി എക്സ്പ്രസ് നമുക്ക് ടെമൂനെക്കാട്ടിലും ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെയിം ടൈം നമുക്ക് ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ അലി എക്സ്പ്രസ് ആപ്പ് എന്ന് പറയുന്നത്. ഡെലിവറി ഡേറ്റ് വന്നിട്ട് ഒരു 25 to 30 days വരെ മാക്സിമം എടുക്കാറുണ്ട്. ഐ തിങ്ക് ഒരു 1 month വരെ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആകുവാനായിട്ട് എടുക്കും. പിന്നെ ഇതിന്റെ റിട്ടേൺ പോളിസി കുറച്ചധികം ലോങ് തന്നെയായിരിക്കും, വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല. അതർവൈസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ് ഈ അലി എക്സ്പ്രസ് എന്ന് പറയുന്ന ആപ്പ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ പ്രോഡക്റ്റുകളെല്ലാം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഓവറോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ അലി എക്സ്പ്രസ് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊരു 4 ആപ്പിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഈ ആപ്പുകൾ നിങ്ങൾക്ക് കുറച്ചധികം നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ, അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ Amazon.a എന്ന് പറയുന്ന ഈ ആപ്പ് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇപ്പൊ സെയിം ടൈം തന്നെ നമുക്ക് ബ്രാൻഡഡ് പ്രോഡക്റ്റ് വേണം, അതേപോലെ ഒരു 2 to 5 daysനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ഡെലിവേർഡ് ആകണം എന്നുള്ള ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ നൂൺ ആപ്പ് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. ദെൻ കുറച്ച് ചീപ്പ് പ്രൈസിലൊക്കെ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജമ്മു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കുറച്ചും കൂടെ ചീപ്പ് പ്രൈസിൽ പ്ലസ് വെറൈറ്റി കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലി എക്സ്പ്രസ് നല്ലൊരു ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ആപ്പിനെ പറ്റിയിട്ടാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഏത് ആപ്പാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഉള്ളത് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ ഈ ആപ്പ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ തന്നെ ഒമാനിലുള്ളവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനും എനിക്ക് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.